ഞാനിപ്പോൾ അച്ഛനായ കാലം മുതൽ 38 കൊല്ലം മുതൽ 37ാമത്തെ കൊല്ലം മുതൽ ജനങ്ങളുടെ കൂടെയാണ്. അപ്പോൾ ജനങ്ങളുടെ ആധ്യാത്മിക അനുഭവങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയാണ്. അപ്പോൾ ആധ്യാത്മിക അവരുടെ സിമ്പിളായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് അനുഭവങ്ങളാണ് ജനങ്ങൾക്കുള്ളത്. സിമ്പിളാണ്, പക്ഷേ കോംപ്ലിക്കേറ്റഡ് അനുഭവങ്ങളാണ് ഉള്ളത്. ഈ അനുഭവ തലങ്ങളെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബുദ്ധി നമ്മൾ അഡ്ഹിയർ ചെയ്യേണ്ടി വരും. അത് അക്കാഡമിക് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ഈ ജന്മത്തിൽ പറ്റത്തില്ല. അതാണ് സഭയെ ദൈവം നയിച്ചത് എല്ലാം. ഈ കഴിഞ്ഞ 500 കൊല്ലത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വിൻസെൻ്റ് ഇപ്പോൾ അതൊരു ലേമനാണ് തുടങ്ങിയത്, സഭയെ നയിച്ചത്. അതുപോലെ തന്നെ നമ്മളുടെ ഇതില്ലേ BCC, അതും തുടങ്ങണത് അൽമേര തുടങ്ങിയത്. അപ്പോൾ അൽമേരയുടെ ദൈവാനുഭവങ്ങൾ 500 കൊല്ലത്തെ ദൈവാനുഭവങ്ങളെന്ന് പറയുമ്പോൾ സഭയെ നയിച്ച ഒരു അണ്ടർലൈൻ ചൈതന്യത്തിലൂടെ ദൈവം സഭയെ ശക്തമായി നയിക്കുക. കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് അതൊരു ലേമൻ മൂവ്മെൻറ്റാണ്. സഭയെ നവീകരിച്ച ശക്തിപ്പെടുത്തിയ എല്ലാ മൂവ്മെൻറ്റുകളും നമ്മുടെ ജ്ഞാനസ്ഥാനത്തിൻ്റെ പിൻബലത്തിൽ ദൈവം അൽമേരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ദൈവം തുടങ്ങി വെച്ച ദൈവത്തിൻ്റെ സ്വന്തം സംരംഭങ്ങളാണ്. അതിലൂടെയാണ് സഭ ഇത്രയും നാൾ നയിച്ച് ഭരിച്ച് പോന്നിരിക്കുന്നത്. നമ്മൾ നോക്കിയാൽ മതി, ഓരോ ചരിത്രങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ സാധാരണ മനുഷ്യൻ്റെ ദൈവാനുഭവങ്ങളും സാധാരണ മനുഷ്യൻ സഭയെ പണിതുയർത്താൻ വേണ്ടി ദൈവം പാവപ്പെട്ടവന് ഉപയോഗിച്ചതും നോക്കാനാണെങ്കിൽ നമ്മൾക്ക് ഇനിയും ഭയങ്കര പ്രത്യാശയ്ക്ക് വകയുണ്ട്. കാര്യം ഇനിയും ദൈവം നിങ്ങളെ ഉപയോഗിക്കും. കാരണം നിങ്ങളിലൂടെ കേൾക്കുന്ന ദൈവാനുഭവങ്ങളും ദൈവാനുഭവത്തിൻ്റെ ഓരോ വ്യത്യസ്തങ്ങളായ അനുഭൂതികളും ആന്തരിക ബോധ്യങ്ങൾക്ക് പറ്റിയ സാക്ഷ്യവും സാക്ഷ്യത്തിന് പറ്റിയ വേദസാക്ഷ്യമോ രക്തസാക്ഷ്യമോ എന്ത് തന്നെ ആയാലും സഭയെ എംപവർ ചെയ്യുന്നതിന് വേണ്ടി അറിവിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അഭിഷേകം എന്ന് പറയുന്ന ബൈബിള് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടേയിരിക്കണം.